കണ്ടു എന്നത് ധൈര്യമായിട്ട് പറയാനും പറ്റത്തില്ല. അതിനുമുമ്പ് ഞാൻ വാരിക്കളഞ്ഞു. എന്നെ പലയിടത്തും രക്ഷിക്കുന്നു. അയ്യോ, കണ്ണെടുത്ത കണ്ടൂടെ എനിക്ക്. ശവം അവർക്ക് നമ്മളെ അതെ അതെ, അതുകൊണ്ടാണല്ലോ. എന്താ വിളിപ്പിക്കാം? അങ്ങോട്ട് നീങ്ങിയില്ല. പാർവതി ശോഭയും കൂടെ ഒരു പണി പറ്റിച്ചു. 10th പഠിക്കുന്ന ആ മീശയിലെ കുട്ടിയില്ലേ? അയ്യോ, എന്താ എന്റെ പേര്? രുക്മിണി. രുക്മിണിയല്ല, കുറച്ച് വെളുത്ത് പൊക്കത്തില്. അനീറ്റ. അല്ലടി, അനീറ്റ വളഞ്ഞിട്ടല്ലേ? ഇത് വളഞ്ഞിട്ടല്ല, സ്ട്രൈറ്റ് ആയിട്ട് നല്ല കറുകറാന്നുള്ള കൊച്ചു മീശി. ശരിക്കും ആൺകുട്ടികൾ അത്ര തന്നെ മീശയിലൊന്ന്. ഒരിക്കൽ നമ്മളുമായിട്ട് വഴക്കൂടെ വന്നിട്ട് ഒടുവിൽ കരഞ്ഞിട്ടൊക്കെ പോയ കുട്ടി. മായ ബാലകൃഷ്ണൻ. അത് തന്നെ. അതിന് വിളിച്ചോണ്ട് പോയി മിസ്സാളിന്റെ പുറകെ കൂടുതലാ വഴിയേ. വരാന്ന്. പക്ഷെ ജൂൺ ഷോയ്ക്ക് നിങ്ങളെ തിയേറ്ററിൽ വെച്ച് കണ്ടവരുണ്ടല്ലോ. പക്ഷെ ടീച്ചർ, ഞങ്ങളെ 1:30 ടീച്ചർ തന്നെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നൂൺ ഷോ തീരുമ്പോ എങ്ങനെ പോയാലും 2 മണി കഴിയുമല്ലോ. ടീച്ചർ തന്നെ പറയട്ടെ, 1:30 ഞങ്ങളെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടോ ഇല്ലയോന്ന്. ഇന്റർവെൽ കഴിഞ്ഞ് സ്വല്പം നേരം ഇരുന്നിട്ടിറങ്ങിയ 1:30 മുമ്പ് ഹോസ്റ്റലിലെത്തും. അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സാലി വെറുതെ ഉരുളാൻ നോക്കണ്ട. നിങ്ങളന്ന് നൂൺ ഷോയ്ക്ക് പോയി. പുറയുന്ന 4ാമത്തെ റോവിൽ തെക്കേ സൈഡിയർന്നാണ് ഇരുന്നത്. ബാക്കിൽ 2-3 ആൺകുട്ടികൾ വന്നിരുന്നു. അവർ നിങ്ങൾ എന്തോ ഡിസ്റ്റർബ് ചെയ്തു. അവരുമായിട്ട് എന്തോ കശപിശ ഉണ്ടാക്കിയിട്ട് ഇന്റർവെൽ കഴിഞ്ഞതും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വല്ലതും വേണോ? അതിനവര് ഒരു ജന്മം കൂടി ജനിച്ചു വരണം. സോറി. അതിന് വിളിച്ചോണ്ട് വരാൻ പ്രോപ്പറായിട്ട് പേരൻസ് ഉണ്ടായിട്ട് വേണ്ടേ? എല്ലാ മാസവും കൃത്യമായിട്ട് പണം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പേരൻസിന്റെ ജോലി തീർന്നു എന്ന് വിചാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? മമ്മിക്ക് എഴുതി അയച്ചാൽ ഭോപ്പാലിന് ഇവിടെ വരാനും പോകാനുമായിട്ട് ഒരാഴ്ച പിടിക്കുമെന്നും അതുകൊണ്ട് ഇത്തവണത്തേക്ക് മാപ്പാക്കണമെന്നും പറഞ്ഞുള്ള സ്ഥിരം മറുപടി കിട്ടും. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദറിന് കത്ത് കിട്ടേണ്ട താമസം. പിറ്റേന്നാൾ ആളിവിടെ റെഡി. വരുന്നത് 4 കാലിൽ അയച്ചാ എപ്പോഴെപ്പോഴും വരുത്തുകയല്ലോ. അത് അങ്ങേരുടെ ഒരു ബുദ്ധി.
വീട്ടുകാർക്ക് സ്വൈരം കിട്ടാൻ വേണ്ടി ഒഴിച്ചുവിടുന്നതിനെല്ലാം ചുമക്കേണ്ടി വരുന്ന നമ്മുടെ ഒരു തലയിലെഴുത്തിന് പറഞ്ഞാൽ മതി. ആ നിർമ്മല എന്ന് പറയുന്ന കുട്ടിയുടെ ഫാദറിന് ഇപ്പൊ വേറൊരു സ്ത്രീയാ ഭാര്യ. ആ കുട്ടിയുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ. സാലി എന്ന് പറയുന്ന കുട്ടിയെ പഠിപ്പിക്കുന്നത് അമ്മയാ. അവര് ഭോപ്പാലെല്ലാം കണ്ട് നേഴ്സാ. അത് പിന്നെ ഡൈവോഴ്സ് കേസാ. അയാൾക്കുണ്ടോ വേറെ ഭാര്യ? ഇല്ലെന്നാ തോന്നുന്നേ. അയാൾ ഗൾഫിലെങ്ങാണ്ടാ. പ്രോപ്പറായിട്ട് നോക്കാനും കെയർ ചെയ്യാനും ആളില്ലാത്തതുകൊണ്ടാണ് പിള്ളേരിങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. അതെ, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്നുവെച്ച് പറയാതിരിക്കാൻ പറ്റുമോ? പഠിച്ചൊരു കരകയറണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തില് വീട്ടുകാർ കഷ്ടപ്പെട്ട് കാശ് വെച്ച് പഠിപ്പിക്കുന്ന പിള്ളേര് അവരെയും കൂടെ ഇതുകൾ സ്പോയിൽ ചെയ്യും. ഇല്ലെങ്കിൽ സാരമില്ലായിരുന്നു. ഹെഡ്മിസ്ട്രസിന്റെ മാനേജ്മെന്റിന്റെ മുമ്പിൽ വലിയ ഗ്രേറ്റ് ആകാൻ വേണ്ടി നടക്കുക. ഒരു വലിയ ഡിസിപ്ലിൻകാരി. അവരങ്ങനെയാ. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? ചെയ്യാനൊക്കെ ഒക്കും. നീ നോക്കിക്കോ, ഞാൻ പൊളിക്കും അവളുടെ ഒരു ഇമേജും സ്റ്റൈലും. അത്ര എളുപ്പമൊന്നുമില്ല. അവര് നമ്മൾ കണ്ടതുപോലല്ല, ഭയങ്കര ഡീപ്പാ. കാഞ്ഞ സാധനമാ. പറഞ്ഞു നാറ്റിക്കാമെന്ന് വെച്ചാൽ അവർക്കൊരു പ്രേമം പോലും ഇല്ല. പിശുക്കും ദേഷ്യവും. വല്ല പട്ടിണി കിടക്കുന്നിടത്തൊന്നും വരുന്നതാ. അതിന്റെയാ ഈ ജലസിയും കോംപ്ലക്സും. അവര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്നിനെ തന്നെ ക്ലാസ് ഇൻചാർജായി കിട്ടാൻ പാവം ചെയ്ത് നമ്മുടെ ഫെയ്റ്റിനെ പറഞ്ഞാൽ മതി. നിമ്മി, നീ എണ്ണിക്കോ. ഇന്നേക്ക് 17-ാം ദിവസം ഈ സാലിയുടെ മുമ്പിൽ ദേവി ടീച്ചർ മുട്ടുകുത്തും. കുത്തിയില്ലെങ്കിൽ കുത്തിച്ചിരുത്തും. കുത്തിച്ചിരുത്തുവോ? കുത്തിയിരുത്തുവോ? കുത്തിയിരുത്തും. കുത്തി നിർത്തും. തല കുത്തി നിർത്തും. അതെന്താ ഈ 17-ാം ദിവസം? മാജിക് ഷോ. എന്റർടൈൻമെന്റ് വിങ്ങിന്റെ സെക്രട്ടറി ചമഞ്ഞ് ഇവക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിട്ടല്ലേ അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പൊളിക്കും. പ്രൊഫസർ ഇമ്രാന്റെ മാജിക് ഷോ പോലും നമുക്കറിയാത്ത എന്ത് മാജിക് ഇമ്രാൻ കാണിക്കാൻ പോണത്. പൊളിച്ച് ഞാൻ കൈ കൊടുക്കും. എങ്ങനെ? അതൊക്കെ നീ നോക്കിക്കോ മോളെ. ദേവിക ടീച്ചറുടെ മാജിക് ഷോ ഞാൻ മാജിക്കൽ റിയലിസ്റ്റിക് ഷോ ആക്കി മാറ്റും. സ്റ്റേജിൽ നിന്ന് ഞാൻ മൂർഖനെ ഇറക്കും. റിയൽ കോബ്ര. ദേ, നീ വേണ്ടാത്തനൊന്നും പോണ്ട. അവരെന്തോ കാണിച്ചോണ്ട് പൊയ്ക്കോട്ടെ. ഈ പാമ്പിനോട് തീനോട് മാത്രം കളിക്കാൻ പോണ്ട. അയ്യോടി മണ്ടി, നീ അങ്ങ് വിശ്വസിച്ചോ? ഞാൻ എവിടെന്നാ കോബ്രയെ കൊണ്ടുവരുന്നത്? നീർക്കോലിയെ കിട്ടിയാൽ മതി, നമുക്ക് അതിനെ മൂർഖനാക്കാം. നീർക്കോലിയോ? ആ, വെറും പാവം നീർക്കോലി. അതിനെ എവിടെ കിട്ടും? അത് ഈസി അല്ലേ. നമ്മുടെ വിറകുവരയുടെ പുറയിലെ ആ ഒഴുക്കില്ലേ, അവിടുന്ന് കിട്ടും. പിടിക്കാനോ? പിടിക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ പിടിക്കുന്ന പിള്ളേർക്ക് ഒരു 5 rupees കൊടുത്താ പോരെ. ഒരു നീർക്കോലിയെ കിട്ടാനാണോ പാട്? Honorable Chief Guest, Headmistress, friends and students, പ്രസിദ്ധ മജീഷ്യൻ പ്രൊഫസർ എം എ ഇമ്രാന്റെ മാജിക് ഏഷ്യ എന്ന മാജിക് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു ഷോ ഓർഗനൈസ് ചെയ്യാൻ വേണ്ട എല്ലാ പ്രോത്സാഹനവും സഹകരണവും നൽകി ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ സഹായിച്ച സ്കൂൾ മാനേജ്മെന്റിനും പ്രത്യേകിച്ച് ഹെഡ്മിസ്ട്രസിനും സ്കൂൾ എന്റർടൈൻമെന്റ് വിങ്ങിന്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.